ഞാൻ യു എയിലേക്ക് പോണേക്കാൾ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വ്ളോഗാട്ടോ. എഡിറ്റ് ചെയ്യാൻ എന്നെപ്പോലത്തെ മടിയുള്ള ആൾ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് ഇടാൻ വളരെ ലേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ എനിക്കിത് ഇടാതിരിക്കാനും പറ്റൂല, ബിക്കോസ് നല്ല മെമ്മറീസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് കസിൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് കസിൻസ് ഋതുവിൻ്റെ സൈഡിലെ കസിൻസ് കേട്ടോ. നമുക്കൊത്ത വൈബുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വഴിക്ക് വെച്ച് കാറ് കേടന്നിട്ടുണ്ട്. അത് സ്വാഭാവികം. ഈ കാറ് കേടുന്നതോ നേരെ ചെടികളൊക്കെ വെക്കുന്ന ഒരു സ്ഥലത്താണ്. കസിൻസ് അല്ലാതെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഉമ്മ കേട്ടോ. ഉമ്മ ഉള്ളതുകൊണ്ട് തന്നെ എന്താ നമുക്ക് ആ ചെടികളൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. അല്ലാതെ എന്ത്, ഉമ്മ ഒഴികെ നമ്മളെല്ലാരും പിള്ളേർ പോലത്തെ നമ്മളാണ് പിള്ളേര്. ഈ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഡർ വേണ്ടേ, അതാണ് മൂപ്പര്. അതോടാണ് മൂപ്പരെ മൊത്തം ഒരു സീരിയസ്നെസ് കാണാനുള്ളത്. ഫൈനലി ഒരു 2 hours ശേഷം നമ്മൾ എസ്കേപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എസ്കേപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അനക്കാമ്പൂരിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്കേഷനും കൂടിയാണ്. ആൻഡ് ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഇതുപോലെ ക്യാമ്പായിട്ടും ഒക്കെ നടത്താൻ പറ്റും. ഞാൻ വെറുതെ പറയല്ല, ഒരു 2-3 ക്യാമ്പ് ഞാൻ ഇവിടെ നടത്തിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഏതൊരു മുക്കും മൂലം എസ്തെറ്റിക് ആണ്. ക്യാമ്പ് നടത്താനും ഫ്രണ്ട്സ് ആയിട്ട് വന്ന് ചില്ല് ചെയ്യാനും അതേപോലെ തന്നെ കസിൻസ് ഒക്കെ ആയിട്ട് വന്ന് ഇതുപോലെ സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് കേട്ടോ. പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ നമ്മളിതാ എത്തി ഉടനെ തന്നെ നല്ല അടിപൊളി ചായ കുടിച്ചിട്ടുണ്ട്. പിള്ളേർ സംഘമൊക്കെ ഇതാ സൈഡിൽ പൂളിലൊക്കെ ചാടിയിട്ടുണ്ട്. അവർക്ക് പൂള് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണം. ആക്ച്വലി ഇതൊരു ക്യാമ്പാണ്, ഇത് കസിൻസ് ക്യാമ്പാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഇവരെ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ ഇവരെ ഓരോരുത്തരുടെ സ്വഭാവം, ഇവർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എന്റെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരു അടക്കം ഒതുക്കും ചിട്ടകളൊക്കെ എനിക്ക് ഫുൾ ലിസ്റ്റ് ചെയ്ത് ഫുൾ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ക്യാമ്പ് എടുത്താറ്. ഇതിപ്പോ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഓരോ ഇഷ്ടങ്ങൾ. ഓക്കെ, അത് പ്രശ്നമുള്ള കേസല്ല, ഇവരൊക്കെ ഹാപ്പി ആവട്ടെ, അതല്ല നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. സത്യം പറയാലോ, ഈ ഒരു ക്യാമ്പ് നടത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ വൈവാക്കാൻ പോകില്ല, അതേപോലെ തന്നെയാണ് ഈ കസിൻസിനായിട്ടൊക്കെ പോകുന്ന സമയത്ത്. സോ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്റ്റേക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാ എസ്കേപ്പ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. സോ ഇതിന്റെ കൂടെ നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കോംപ്ലിമെന്ററി ആയിരുന്നു. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസിന് വേണ്ടി അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ.